വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. എല്ലാ ജീവൻ പ്രേക്ഷകർക്കും അൽബലായിലേക്ക് ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാഹ്, തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ ജോർദാനിലെ സന്ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ ഇസ്രയേലിലേക്ക് യാത്ര തിരിച്ചു. ചരിത്രം തുടിക്കുന്ന എത്രയോ കാഴ്ചകളാണ്, എത്രയോ സന്ദർഭങ്ങളാണ് ജോർദാനിൽ ഇനിയുമുള്ളത്. കുറഞ്ഞ നാളത്തെ വിസിറ്റ് ആയതുകൊണ്ട് എല്ലാം കാണുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അസ്ഹാബുൽ കഹ്ഫ്, ഷുഐബ് നബി അലൈഹിസ്സലാം, മഹാനായ അബൂ ഉബയ്യത്തുൽ ജറാഹ് റളിയല്ലാഹുവിൻ്റെ ഖബറിടം, യൂഷഅ നബിയുടെ ഖബറിടം, മൂത്തദ് യുദ്ധം നടന്ന സ്ഥലം എല്ലാം നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ്, എൻ്റെ പുണ്യനാടുകളിലെ 10 ദിവസങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ കുറേ കൂടി വിശദമായി എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നവർക്ക് ആ പുസ്തകം ഒരു വിലപ്പെട്ട ഗൈഡായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ ഇസ്രയേലിലേക്ക് യാത്രയായി. ചാവുകടലിൻ്റെ സമീപത്ത് കൂടിയാണ് യാത്ര. ശാന്തമായി കിടക്കുന്ന ചാവുകടൽ മനോഹരമായ കാഴ്ചയാണ്. 4 മണിയോടുകൂടി ഞങ്ങൾ ജോർദാൻ്റെ അതിർത്തിയിലെത്തി. അവിടെ വച്ച് ഞങ്ങളുടെ പാസ്പോർട്ട് സീൽ ചെയ്ത് ലഗേജ് എല്ലാം ഏൽപ്പിച്ച് അത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഇസ്രയേലിൻ്റെയും ജോർദാനിൻ്റെയും ഇടയിലൊരു പാലമുണ്ട്. കിങ് ഹുസൈൻ ബ്രിഡ്ജ് എന്നാണ് ആ ചെറിയ പാലം അറിയപ്പെടുന്നത്. ആ പാലം കഴിഞ്ഞാൽ ഇസ്രയേലായി. ഇസ്രയേൽ അതിർത്തിയിലെത്തി, ചെക്ക് പോസ്റ്റിലെത്തി. ഞങ്ങളുടെ ലഗേജുകളും എല്ലാം ഇറക്കി തന്ന് ഞങ്ങളുടെ ബസ്സും അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇസ്രയേൽ ചെക്ക് പോസ്റ്റിൽ അകാരണമായി സന്ദർശകരെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പിടിച്ചു വയ്ക്കാറുണ്ട്, തടഞ്ഞു വയ്ക്കാറുണ്ട്. പ്രത്യേക കാരണമൊന്നുമില്ലെങ്കിലും അത് സംഭവിക്കും. 5 മണിക്കൂർ 6 മണിക്കൂർ അവിടെ നിൽക്കാതെ ആർക്കും പോകാൻ കഴിയില്ല. നാം ചെന്നെത്തിക്കഴിഞ്ഞ് അവിടെ എത്തിച്ചേരുന്ന ക്രൈസ്തവ സഹോദരങ്ങളെ നിഷ്പ്രയാസം പെട്ടെന്ന് കടത്തിവിടുന്നതായിട്ട് നമുക്ക് നേരിട്ട് കാണാം. എന്നാൽ മുസ്ലിങ്ങളെ പരിശോധനയുടെ പേരിൽ കർശനമായി അവിടെ തടഞ്ഞു വെച്ച് പരിശോധിക്കാറുണ്ട്. ഞങ്ങൾക്ക് തൊട്ടു മുമ്പ് പോയ ഒരു വലിയ സംഘം, സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ബൈത്തുൽ മുഖദ്ദസിൽ ജുമാ നമസ്കരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പോയിട്ട് ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത വണ്ണം ലൊഹർ വരെ അവിടെ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു വെക്കുകയുണ്ടായി. വേറെയും ഒരുപാട് ഗ്രൂപ്പുകൾക്ക് ഇതുപോലുള്ള തിക്താനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് 5 മണിക്കൂർ അവിടെ വെറുതെ നിൽക്കാൻ മാനസികമായി തയ്യാറായി കൊള്ളണമെന്ന് ഞങ്ങളോട് അനൗൺസ് ചെയ്യപ്പെട്ടിരുന്നു. ഈ വിനീതൻ ബസ്സിൽ വെച്ചൊരു കാര്യം ചെയ്തു. ഇതെല്ലാം അറിയാവുന്നത് കൊണ്ട് എല്ലാവരെ കൊണ്ടും സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ ഓതിച്ചു 7 പ്രാവശ്യം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. അള്ളാഹു ഒരുപാട് അത്ഭുതങ്ങൾ മറച്ചു വെച്ചിട്ടുള്ള അതിശയകരമായ ആയത്ത് 7 പ്രാവശ്യം മനസ്സാന്നിധ്യത്തോടു കൂടി ഓതുകയും ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ വ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്നുള്ള ദിക്ർ 100 പ്രാവശ്യം ചൊല്ലിക്കുകയും ചെയ്തു. ഇത് രണ്ടും ചൊല്ലി ചെക്ക് പോസ്റ്റിൽ തടസ്സങ്ങളും കാലതാമസവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബഹുമാന്യനായ ഷെയ്ഖുന, ഞങ്ങളുടെ ഉസ്താദ് അബ്ദുൽ കരീം ഹസ്രത്ത് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. ഉസ്താദ് ആത്മാർത്ഥമായി ദുആ ചെയ്തു. ഞങ്ങൾ ആമീൻ പിടിച്ചു. മഹാത്ഭുതമാണ്. ഇത് പറഞ്ഞാൽ ഇസ്രയേലിൽ പോയിട്ടുള്ള മുസ്ലിമീങ്ങൾ വിശ്വസിക്കുക പോലുമില്ല. പക്ഷേ ഞങ്ങൾക്ക് യാത്രാങ്ങൾക്കെല്ലാം അനുഭവമാണ്. ഇസ്രയേൽ ചെക്ക് പോസ്റ്റിൽ ഞങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടായില്ല. പാസ്പോർട്ട് സീൽ ചെയ്യുന്ന സാധാരണ പ്രൊസീജിയർ ആ ടൈമല്ലാതെ അല്പം പോലും സമയം കൂടുതലെടുത്തില്ല. ഞങ്ങളുടെ കൂടെ 3 തവണ ഇസ്രയേലിൽ ഇതിനു മുമ്പ് യാത്ര ചെയ്ത ഈരാറ്റുപേട്ട നൗഫൽ സാർ ഉണ്ടായിരുന്നു. സാറിന് ഇതൊരു മഹാത്ഭുതമായി അനുഭവപ്പെടുകയുണ്ടായി. ഒരു തടസ്സവുമില്ലാതെ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് പാസ്പോർട്ട് സീൽ ചെയ്യുന്ന സമയം മാത്രം ഞങ്ങൾ പെട്ടെന്ന് യാത്രാരേഖകൾ ശരിപ്പെടുന്ന സമയം മാത്രം പെട്ടെന്ന് അതിർത്തി കടന്നു. പക്ഷേ അവിടെ വെച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു സഹോദരൻ്റെ
പെട്ടി നഷ്ടപ്പെട്ടു പോയി. എറണാകുളത്തുകാരൻ മീരാൻ മലിക് മുഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ അതേ രൂപത്തിൽ അതേ കളറിലുള്ള മറ്റൊരു പെട്ടി അവിടെ ഉണ്ടായിരുന്നു. ആരോ പെട്ടി മാറിയെടുത്തുകൊണ്ട് പോയതാണ്. അവസാനം ഞങ്ങളെല്ലാം കൂടി അവിടെ ഉണ്ടായിരുന്ന പെട്ടി പരിശോധിച്ച് വളരെ വില കൂടിയ സാധനങ്ങളാണ് അതിലുള്ളത്. നഷ്ടപ്പെട്ട ഇദ്ദേഹത്തിന് ഡ്രസ്സിനേക്കാൾ ഒരുപാട് വില പിടിച്ച സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് എടുക്കാൻ തയ്യാറായില്ല. ഞങ്ങളിൽ പലരും അത് എടുത്തുകൊള്ളാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം എടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധതയിൽ നമുക്കെല്ലാവർക്കും വലിയ മതിപ്പ് തോന്നുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, ഞങ്ങളിപ്പോൾ ഇസ്രായേലിലാണ്. ഇസ്രായേലിലെ കാഴ്ചകളും സംഭവവികാസങ്ങളും ഒക്കെ അള്ളാഹു വേണ്ടുക വെച്ച് അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. ഗൃഹാന്തരീക്ഷത്തിൽ രുചിഭേദത്തിന്റെ നിറവ്, കുടുംബസമേതം ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിടുന്നതിനോടൊപ്പം ഞങ്ങളുടെ പാചക വിദഗ്ധർ ഒരുക്കുന്ന രുചികരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നതിനും അംവാജ് റെസ്റ്റോറന്റ്, ദോഹ, ഖത്തർ. കൂടാതെ ഡ്രീംസ് ട്രാവൽസ്, ഇൻഫ്രാ റെന്റ് കാർ, അൽമാലിക്ക കമ്പ്യൂട്ടർ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രിക്കൽസ്, ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ക്ലീനിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഖത്തർ പവർ ജിം തുടങ്ങി ഖത്തറിലെ ബിസിനസ് രംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിസിനസ് ശൃംഖല ഡ്രീംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. ഖത്തർ എൻവയൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ, ദോഹ എക്സ്പ്രസ് വേ, ന്യൂ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട്, വാഥാലം, പേൾ ഖത്തർ തുടങ്ങിയ പ്രോജക്ടുകളിൽ വിജയകരമായ പങ്കാളിത്തം. കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ട്രേഡിംഗ് എന്നിവയ്ക്ക് പ്രത്യേക ഡിവിഷൻ, അൽ ഏബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, WLL, ദോഹ, ഖത്തർ. അസ്സലാമു അലൈക്കും. ഈ ആഴ്ചയിലെ കത്തുകളിലേക്ക് കിടക്കാം. ആദ്യ കത്ത് അയച്ചിരിക്കുന്നത് നസീറ KV കാളാഞ്ചാൽ. ചില പള്ളികളിൽ മറുപടി പറയാൻ സമയം കിട്ടാത്തവണ്ണം പെട്ടെന്ന് ബാങ്ക് വിളിച്ചു തീർക്കുന്നു. ഇത് ശരിയാണോ? കേരളത്തിലെ പള്ളികളിലെ ബാങ്ക് വിളി പരിശോധിച്ചാൽ രസകരമാണ്. ചില പള്ളികളിൽ ഒരുപാട് സമയം നീട്ടി ബാങ്ക് വിളിക്കുന്നത് കാണാം. നീട്ടി ബാങ്ക് വിളിക്കുന്നത് മൂലം ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ബാങ്ക് വിളി കേൾക്കുമ്പോൾ നിർത്തിവെക്കേണ്ടി വരുന്നു. ബാങ്ക് തീരാൻ വേണ്ടി അവർ കുറേ സമയം കാത്തിരിക്കേണ്ടി വരുന്നു. ഉദാഹരണം, പ്രസംഗത്തിലും മറ്റും നിൽക്കുന്നവർ ബാങ്ക് കേട്ടാൽ അപ്പോൾ പ്രസംഗം നിർത്തുന്നു. പക്ഷേ നീട്ടി ബാങ്ക് വിളിക്കുന്ന മൂലം കുറേ സമയം കഴിഞ്ഞേ പ്രസംഗം തുടരാൻ പറ്റൂ. എല്ലാവർക്കും അത് അസ്വാസ്ഥ്യമുണ്ടാക്കുന്നു. ചില പള്ളികളിൽ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് വിളിച്ചു തീർക്കുന്നു. മറുപടി പറയാൻ പോലും സമയം കിട്ടാറില്ല. ബാങ്ക് വിളിക്കുന്നതിന് നമ്മുടെ പള്ളികളിലെ മുഅദ്ദിൻമാർക്ക് പ്രത്യേക ട്രെയിനിങ് ഒന്നുമില്ല. മാത്രമല്ല, ഈ ബാങ്ക് വിളിക്കുന്നവരെ കുറ്റം പറയുന്നവർ ശ്രദ്ധിക്കണം. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന്, വേതനത്തിന് ജോലി ചെയ്യുന്നവർ മുഅദ്ദിൻമാരാണ്. കേരളത്തിലെ പള്ളികളിലെ മുഅദ്ദിൻമാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എൻ്റെ ഈ വാക്ക് ശ്രവിക്കുന്ന എല്ലാവരും പള്ളികളിലെ മുഅദ്ദിൻമാർക്ക് കഴിയുന്ന സഹായം ചെയ്യണം, സാമ്പത്തിക സഹായം ചെയ്യണം. അത്ര കഷ്ടപ്പാടിലും ദുഃഖത്തിലും ദുരിതത്തിലുമാണ് അവരുള്ളത്. പല പള്ളി കമ്മിറ്റിക്കാരും മുഅദ്ദിൻമാരുടെ ശമ്പളത്തിൽ യാതൊരു വർധനവും കൊടുക്കുന്നില്ല. അവരും നമ്മെപ്പോലെ മനുഷ്യരാണ് എന്നുള്ള കാര്യം പോലും ചിന്തിക്കുന്നില്ല. ആ സാധുക്കൾക്ക് പ്രത്യേക ട്രെയിനിങ് ഒന്നുമില്ല. അവർക്കറിയാവുന്നത് പോലെ അവർ പഠിച്ച രീതിക്ക് പാടുന്നു എന്നേ ഉള്ളൂ. വസ്തുതകൾ പറഞ്ഞു കൊടുത്താൽ, വേണ്ട പ്രോത്സാഹനവും കൊടുത്താൽ ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. മുഅദ്ദിൻമാർക്ക് ബാങ്ക് വിളിക്കുന്നതിന്, മനോഹരമായി ബാങ്ക് വിളിക്കുന്നതിനൊരു ട്രെയിനിങ് കോഴ്സ് ഏർപ്പെടുത്തിയാൽ തന്നെ നന്നായിരിക്കുമെന്നെനിക്ക് അഭിപ്രായമുണ്ട്. അള്ളാഹു ഈ സാധുക്കൾക്ക് നാളെ ആഖിറത്തിൽ ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാങ്ക് നീട്ടി വിളിക്കുന്നതും തെറ്റാണ്, തീരെ സമയം ചുരുക്കി വിളിക്കുന്നതും തെറ്റാണ്. അതിൻ്റെ ഇടയിൽ മധ്യത്തിലുള്ള സമയം, മിതമായ സമയം മറുപടിക്ക് വേണ്ടി കൊടുത്ത് വിളിക്കുന്ന ബാങ്കായിരിക്കും ഉത്തമം. ഈയിടെ ഒരു സ്ത്രീയുടെ മയ്യത്തിൻ്റെ മുഖത്ത് ധാരാളം പേൻ കാണാൻ ഇടയായി. ഇതുകൊണ്ട് മയ്യത്തിന് വല്ല പാപവും ഉണ്ടോ? ചോദ്യം ചോദിച്ചിരിക്കുന്നത് റാഷിദ ഇടപ്പാൾ. ഇത് പല സ്ഥലത്തും കണ്ടുവരുന്ന ഒന്നാണ്. മനുഷ്യ ശരീരത്തിലെ ചംക്രമണം നിലയ്ക്കുമ്പോൾ, രക്തയോട്ടം നിലയ്ക്കുമ്പോൾ പേനുകളും അതുപോലുള്ള ജീവികളുമൊക്കെ പുറത്തേക്ക് വരുന്നു. അത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് മയ്യത്തിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ മരണമടഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കുളിപ്പിക്കുന്ന അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന ആ പതിവുണ്ടല്ലോ,
ആ സമയത്ത് ബന്ധുക്കൾ വേണ്ടപ്പെട്ടവർ അല്പം കൂടി ശ്രദ്ധിച്ചാൽ ഇതുപോലുള്ള പേൻ വന്നിരിക്കുന്ന പോലുള്ള വൃത്തികേടുകൾ ഒഴിവാക്കാൻ പറ്റും. മയ്യത്തിൻ്റെ മുഖം നിറയെ പേൻ വന്നിരുന്നാൽ എന്തൊരു വൃത്തികേടാണ്, എന്തൊരു വൈരൂപ്യമാണ്. അപ്പം പേൻ ഒഴിവാക്കാനുള്ള വസ്തുക്കൾ വേപ്പില, അതുപോലെ തന്നെ തുളസിയില, ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ തലയൊന്ന് കഴുകി വൃത്തിയാക്കിയാൽ ആ പേനൊക്കെ ഇല്ലാതായി പോയിക്കൊള്ളും. അത് കുളിപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുകൊണ്ട് മയ്യത്തിന് യാതൊരു കുഴപ്പവുമില്ല. ധാരാളം പേൻ മയ്യത്തിൻ്റെ തലയിലുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. 8 വർഷം മുൻപ് എനിക്കൊരു പാദസരം കളഞ്ഞു കിട്ടി. അറിവില്ലാതെ ഞാനത് എടുത്തു. അതിൻ്റെ പാപം തീരാനായി 1 പവൻ യത്തീമിന് ദാനം ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥനെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഞാൻ ഇനി അത് തിരിച്ചു കൊടുക്കണോ? ഒരു സഹോദരി മാഹിയിൽ നിന്നും. 8 വർഷം മുമ്പ് ഒരു പാദസരം കളഞ്ഞു കിട്ടി. അതെടുത്തതിൻ്റെ പാപം തീരാനായി 1 പവൻ അനാഥകൾക്ക് ദാനം ചെയ്യുകയും ചെയ്തു. 1 പവൻ ദാനം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി പാദസരം ഒരുപാട് പവൻ ഉണ്ടായിരുന്നുവെന്ന്. പ്രിയപ്പെട്ട സഹോദരി, എന്തായാലും നിങ്ങളുടെ ചോദ്യം പടച്ചവനെ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അള്ളാഹു നിങ്ങൾക്കും നമുക്കും ഈ ഭയം നിലനിർത്തി തരുമാറാകട്ടെ. ഇതാണ് തഖ്വ, ഇതാണ് പടച്ചവനോടുള്ള സൂക്ഷ്മത. ഒരു സാധനം കളഞ്ഞു കിട്ടി അല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്തിട്ട് അങ്ങനെ ഏതെങ്കിലും വകയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പകരമായി ദാനം ചെയ്താലൊന്നും പാപം തീരില്ല. നിങ്ങൾ കൊടുത്ത 1 പവൻ സദഖ കൊടുത്തതിന് അള്ളാഹു നിങ്ങൾക്ക് സദഖയുടെ കൂലി തരും, പ്രത്യേകിച്ച് യതീമിന് കൊടുത്തുകൊണ്ട്. ഇപ്പോൾ ഉടമസ്ഥരെ അറിയാമെങ്കിൽ ഉറപ്പായും അത് കൊണ്ടുപോയി കൊടുക്കുക. അതിലൊരു സങ്കോചമോ നാണമോ ലജ്ജയോ വിചാരിക്കേണ്ട. അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിക്കുക. കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ എടുക്കാൻ മുസൽമാൻ അവകാശമില്ല. ഉടമസ്ഥരെ അറിയുകയും ഉടമസ്ഥർക്ക് എത്തിക്കാമെന്ന് ബോധ്യമുണ്ടാകുകയും ചെയ്തെങ്കിലല്ലാതെ കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ അത് എത്ര പവനായാലും എടുക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോയതിൽ നമുക്കെല്ലാം മാപ്പ് നൽകുമാറാകട്ടെ. ഹക്കുകൾ പൂർണ്ണമായിട്ട് വീടി മരിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഭർത്താവ് വിദേശത്ത് പോയിട്ട് മാസങ്ങളായി. ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. നല്ലൊരു ജോലി കിട്ടാൻ എന്തു ചെയ്യണം? ഫമിന, ചങ്ങരംകുളം. അൽഹംദുലില്ലാ, ജോലി കിട്ടാനും വിസ കിട്ടാനുമുള്ള ദുആ അൽ മഫാസ് 5-ാം ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. നമസ്കാരം കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് ഇത് ഓതി വന്നാൽ ഓതി തീരുന്നതിന് മുമ്പായിട്ട് ജോലി കിട്ടുന്നതാണ് ഇന്ന് വരെയുള്ള അനുഭവം. അതുകൊണ്ട് ധൈര്യമായിട്ട് ഓതുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമായി ഭൂമിയിൽ നിങ്ങളുടെ ഭർത്താവിനൊരു ജോലി തരാതിരിക്കില്ല. എടപ്പാളിലെ അമാനമാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന 1-ാം സമ്മാനാർഹമായ ചോദ്യമാണ് അടുത്തത്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് അറമാൻ വല്ലംചൂണ്ടിയിൽ നിന്നും. ഫറളും വാജിബും തമ്മിലുള്ള വ്യത്യാസമെന്ത്? പെരുമ്പാവൂരിലെ ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചു കാലം വാടകയ്ക്ക് താമസിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ആ പ്രദേശവും അവിടുത്തെ പള്ളിയുമൊക്കെ നന്നായിട്ടറിയാം. അൽഹംദുലില്ലാ, സഹോദരൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. പൊതുവായി പറഞ്ഞാൽ ഫറളും വാജിബും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും നിർബന്ധം തന്നെയാണ്. എന്നാൽ ഖുർആൻ ഷരീഫിലെ ആയത്തുകൾ കൊണ്ട് ഖത്താൻ ഉറപ്പായും നിർബന്ധമാക്കപ്പെട്ടത് ഫറള്. സാധാരണ ഹദീസുകൾ കൊണ്ട് നിർബന്ധമാക്കപ്പെട്ടത് വാജിബ്. ഇതാണ് അതിലുള്ള വ്യത്യാസമുള്ളത്. ഉദാഹരണത്തിന് ഹജ്ജിൻ്റെ അമലുകളിൽ അറഫയിൽ നിൽക്കൽ ഫറളാണ്. ആ ഫറള് നഷ്ടപ്പെട്ടാൽ മറ്റൊന്നും കൊണ്ടതിന് പരിഹാരമില്ല. അടുത്ത വർഷം അത് വീണ്ടും ചെയ്തെങ്കിൽ മാത്രമേ അത് പരിഹരിക്കപ്പെടുകയുള്ളൂ. എന്നാൽ മുസ്ദലിഫയിലെ രാത്രിയിലുള്ള താമസം, മിനായിലെ രാപ്പാർപ്പ്, ഇതൊക്കെ വാജിബാണ്. ആ വാജിബ് നഷ്ടപ്പെട്ടാൽ അതിന് പകരം രക്തമൊലിപ്പിക്കാം, ആടിനെ അറുത്തു കൊടുക്കാം, ഫിദിയ കൊടുക്കാം. അപ്പോൾ ഹജ്ജ് പോലുള്ള കർമ്മങ്ങളിൽ ഫറള് നഷ്ടപ്പെട്ടാൽ പരിഹാരമില്ല, ഫറള് മടക്കുക തന്നെ വേണം. വാജിബ് നഷ്ടപ്പെട്ടാൽ അതിന് പരിഹാരം കൊടുക്കാം. ഇതാണ് ഫറളും വാജിബും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും നിർബന്ധം. ഒന്ന് കർശനത്തിൽ കർശനം, രണ്ടാമത്തെ ചെറിയ വിട്ടുവീഴ്ചയുള്ള കർശനം. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ
നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഡ്രീംസ് ഫോൺ കമ്പനി, ദോഹ, ഖത്തർ. ഉന്നത ഗുണനിലവാരമുള്ള ബ്രാൻഡഡ് മൊബൈൽ ഫോണുകളുടെ വിപണന ശൃംഖല, 40-ൽ പരം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. ഉന്നത ഗുണമേന്മയുടെ ഉപഭോക്താവാൻ വിൽപ്പനാനന്തര സേവനം അനുഭവിച്ചറിയുവിൻ. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം ഡ്രീംസ് ഫോൺ കമ്പനി. കൂടാതെ ഡ്രീംസ് ട്രാവൽസ്, അംവാജ് ഹോട്ടൽ, ഇൻഫ്രാ റെന്റ് എ കാർ, അൽ മാലിക കമ്പ്യൂട്ടർ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രിക്കൽസ്, ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ക്ലീനിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഖത്തർ പവർ ജിം തുടങ്ങി ഖത്തറിലെ ബിസിനസ് രംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിസിനസ് ശൃംഖല ഡ്രീംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. അഞ്ച് ലക്ഷം രൂപക്ക് മാസം 15,000 രൂപ വെച്ച് ലാഭം വാങ്ങിയാൽ അത് പലിശയാകുമോ? ചോദ്യം ചോദിച്ചിരിക്കുന്നത് MAM കരുക്കോട്. പരിശുദ്ധ ഇസ്ലാം കച്ചവടത്തിന് വെച്ചിരിക്കുന്ന മാനദണ്ഡം വളരെ ലഘുവാണ്. ലാഭത്തിലും നഷ്ടത്തിലും ഒരുപോലെ പങ്കാളികളാകുന്നുണ്ടെങ്കിൽ അനുവദനീയം. കച്ചവടം നഷ്ടമായാലും ലാഭമായാലും 15,000 രൂപ വെച്ച് എനിക്ക് മാസം തന്നിരിക്കണമെന്ന് പറഞ്ഞാൽ അത് പലിശ ഹറാം. നേരെ മറിച്ച് നഷ്ടം വരുന്ന, കച്ചവടം കുറവ് വരുന്ന മാസങ്ങളിൽ ലാഭം അല്പം കുറയ്ക്കുന്നു, കച്ചവടം കൂടുതലുള്ള മാസങ്ങളിൽ ലാഭം ഈ 10,000-ൽ നിർത്താതെ അല്പം കൂട്ടുന്നു. വേരിയേഷൻ, ഈ വൈവിധ്യം ലാഭത്തിലും നഷ്ടത്തിലും പങ്കാളിയായാൽ മുഷാറക്ക കച്ചവടം അനുവദനീയമാണ്. അതല്ലാത്തിടത്തോളം ആ കച്ചവടം പലിശയായിട്ടാണ് മാറുക. കണ്ണൂർ ഷെറീഫ ട്രാവൽസ് നൽകുന്ന 3-ാം സമ്മാനാർഹമായ ചോദ്യമാണ് അടുത്തത്. സംസം കുടിക്കുമ്പോൾ ബിസ്മി ചെല്ലാൻ പാടില്ലെന്നും തലമറക്കരുതെന്നും പറയുന്നതിൻ്റെ കാരണമെന്താണ്? ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷൈന താജുദ്ദീൻ മാള. പരിശുദ്ധ മക്കയിലെ അത്ഭുത ജലം, മരുഭൂമിയിലെ നീരുറവ സംസം, ഹാജറ ബീവിയുടെ ദുആയുടെ ഫലമായി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലത്ത് നിന്നും പൊട്ടിയൊലിച്ച, ഒരിക്കലും വറ്റാത്ത, ഉറവ വറ്റാത്ത അത്ഭുത ജലം. ആ സംസം കുടിക്കുമ്പോൾ തല മറയ്ക്കാൻ പാടില്ലെന്നും നിന്ന് കുടിക്കണമെന്നും ബിസ്മി ചൊല്ലാൻ പാടില്ലെന്നും ഒക്കെ കുറേ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതെവിടെ നിന്ന് കടന്നു വന്നു എന്ന് നമുക്കറിയില്ല. എല്ലാ വെള്ളവും കുടിക്കുമ്പോഴും ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലണം. ഒരു ഭക്ഷണമോ വെള്ളമോ അതിലൊഴിവില്ല. 2, എല്ലാ ജലം കുടിക്കുന്നതും ഇരുന്ന് കുടിക്കൽ സുന്നത്താണ്. അത് സംസമാണെങ്കിൽ ശരി, നിന്ന് കുടിക്കലല്ല, ഇരുന്ന് കുടിക്കലാണ് സുന്നത്ത്. 3-ാമത്, സംസം കുടിക്കുമ്പോൾ തല മറയ്ക്കാൻ പാടില്ല എന്നുള്ളതും അന്ധവിശ്വാസമാണ്. സാധാരണഗതിയിൽ തലമറയ്ക്കൽ സുന്നത്തായതുകൊണ്ട് തല മറച്ച് കുടിക്കൽ തന്നെയാണ് ഉത്തമം. പിന്നെ ഈ പ്രശ്നം വന്നത്, ഹാജിമാർ മക്കയിൽ സംസം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം കുറവാണ്, നിന്ന് കുടിക്കും. സംസം ഒരിക്കലും തൊണ്ടയിൽ കിട്ടുന്ന വെള്ളമല്ല. എത്ര വേഗത്തിൽ കുടിച്ചാലും അത് ഇറങ്ങിപ്പോകും, തൊണ്ടയിൽ കിട്ടുകയില്ല. അള്ളാഹു സംസമിന് ആ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ലോകത്തെ ഏത് വെള്ളവും സ്പീഡിൽ കുടിച്ചാൽ തൊണ്ടയിൽ കിട്ടുകയും ചിലപ്പം മരണം വരെ സംഭവിക്കാം. സംസം എങ്ങനെ കുടിച്ചാലും തൊണ്ടയിൽ കിട്ടുകയില്ല. അതുകൊണ്ട് നിന്ന് കുടിക്കാം. പിന്നെ അവിടെ ഹാജിമാർ ഇഹ്റാം കിട്ടിക്കഴിഞ്ഞാൽ തലമറയ്ക്കൽ ഹറാമാണ് പുരുഷന്മാർക്ക്. പുരുഷന്മാർ അതുകൊണ്ട് തലമറയ്ക്കാതെ കുടിക്കുന്നു. അതൊക്കെ കൊണ്ടാകാം ഇത്തരം വിശ്വാസങ്ങൾ വന്നത്. പക്ഷേ നാട്ടിൽ വെച്ച് കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കൽ സുന്നത്ത്. ബിസ്മി പറഞ്ഞു കുടിക്കണം. തലമറച്ച് കുടിക്കാൻ കഴിയുമെങ്കിൽ കുടിക്കണം. അള്ളാഹു യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ബിസിനസ് ആവശ്യത്തിനായി ബാങ്കിൽ നിന്നും ലോൺ എടുക്കാമോ? ചോദ്യം ചോദിച്ചിരിക്കുന്നത് സിദ്ദിഖ് നെച്ചിക്കൽ പള്ളിക്കര. ലോൺ എടുക്കുന്നതിന് ബിസിനസ് ആവശ്യമെന്നോ അല്ലാത്ത ആവശ്യമെന്നോ വ്യത്യാസമൊന്നുമില്ല. എല്ലാ ലോണുകളും പലിശയുമായി ബന്ധപ്പെട്ടതാണ്. പലിശ ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു. പലിശയുമായി ഇസ്ലാം യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എന്നല്ല, പലിശയുമായി ബന്ധപ്പെട്ട ലോൺ എടുക്കാനേ പാടില്ല. അത് അനുവദനീയമല്ല. കൊല്ലം ചിന്നക്കടയിലെ ഹാഫിസിൻ പർദ നൽകുന്ന 2-ാം സമ്മാനാർഹമായ ചോദ്യമാണ് അടുത്തത്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹസീന ബാബു, തിരുവണ്ണൂർ. പ്രസവം എളുപ്പമാക്കുന്നതിന് മറിയം പൂവ് എന്നൊരു പൂവുണ്ടോ?
ഇതേക്കുറിച്ച് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ? മറിയം പൂവ് എന്നൊരു പൂവ് അറേബ്യയിൽ കിട്ടാനുണ്ട്. പ്രത്യേകിച്ച് മദീനയിൽ കമ്പോളങ്ങളിൽ ധാരാളമായി ഉഹദിൻ്റെ ഭാഗത്തൊക്കെ അത് കച്ചവടം ചെയ്യുന്നത് കാണാം. ഇതേക്കുറിച്ച് ഖുർആനിലോ ഹദീസിലോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊരു നാട്ടറിവാണ്. ഈ ഉള്ളവൻ ഇത് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. അതിങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കും. ആ പൂ കൊണ്ടുവന്ന് പ്രസവത്തിൻ്റെ വേദന ആരംഭിക്കുമ്പോൾ വെള്ളത്തിലിടുക. പ്രസവിക്കുന്ന സ്ത്രീയുടെ റൂമിൻ്റെ പുറത്ത് വെള്ളത്തിലിടുക. ആ പൂവ് സാവധാനം വിടർന്നു വരുന്നത് കാണാം. വെള്ളം കൊണ്ടിങ്ങനെ വിടർന്ന് പൂർണ്ണമായി വിടരുമ്പോൾ സുഖപ്രസവം നടക്കുന്നു. എൻ്റെ അനുഭവത്തിൽ എൻ്റെ സഹോദരിക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. എൻ്റെ സ്വന്തം അനുഭവമാണ്. ഇങ്ങനൊരു നാട്ടറിവ്, ഇത് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞതല്ല, പാരമ്പര്യമായി പകർന്നു കിട്ടിയ ഒന്നാണ്. മറിയം പൂവ് എന്നതിന് പേരിട്ടിരിക്കുന്നു. നല്ലതാണ്, ഉപയോഗിച്ച് നോക്കുക. അള്ളാഹു പ്രസവവേദന അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും അത് എളുപ്പമാക്കി തരുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞു തന്ന ദുആ ഓതി അത്ഭുതകരമായ വിധത്തിൽ എൻ്റെ ഭർത്താവിന് ഫാമിലി സ്റ്റാറ്റസോടു കൂടി ഷാർജയിൽ നല്ലൊരു ജോലി കിട്ടിയ കാര്യം സന്തോഷത്തോടെ അറിയിക്കട്ടെ. ഹഫ്സത്ത് മണിക്കോത്ത്. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലിയിലും നമ്മുടെ എല്ലാവരുടെയും ജോലിയിലും പ്രവർത്തനത്തിലും ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. മനസ്സിലും കടം വീട്ടാനുള്ള ദുആയും സമ്പത്തിൽ ബർക്കത്തിനുള്ള ദുആയും ഓതിയപ്പോൾ ഞങ്ങളുടെ കടം പെട്ടെന്ന് വീടി, സമ്പത്തിൽ വർധനവും ഉണ്ടാവുന്നുമുണ്ട്. ഇതിനുള്ള സന്തോഷവും തൃപ്തിയും അറിയിക്കുന്നു. ജമീല, മൂവാറ്റുപുഴ. അൽഹംദുലില്ലാ. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പണ്ഡിതന്മാരും മഹാന്മാരും നിർദ്ദേശിച്ച ദുആക്കളാണ് മൻസിലിലും മഫാസിലും ഞാൻ കൊടുത്തിട്ടുള്ളത്. സമ്പത്ത് അധികരിക്കാനും വർദ്ധിക്കാനും കടം വീടാനും ദാരിദ്ര്യം നീങ്ങാനുമുള്ള ഒരുപാട് ദുആക്കൾ മൻസിലിലും മഫാസിലുമുണ്ട്. കഴിയുന്നത് ചെയ്തു നോക്കുക. ഉറപ്പായും നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ വ്യത്യാസം വരും. ഒറ്റ നിബന്ധന, നമസ്കാരം മുടക്കരുത്. അള്ളാഹു മറ്റൊരാളോട് കൈനീട്ടി ജീവിക്കേണ്ട അവസ്ഥയിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കെല്ലാം ഹലാലായ സമ്പാദ്യം നിന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഗൃഹാന്തരീക്ഷത്തിൽ രുചിഭേദത്തിന്റെ നിറവ്, കുടുംബസമേതം ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിടുന്നതിനോടൊപ്പം ഞങ്ങളുടെ പാചക വിദഗ്ധർ ഒരുക്കുന്ന രുചികരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നതിനും അംവാജ് റെസ്റ്റോറന്റ്, ദോഹ, ഖത്തർ, കൂടാതെ ഡ്രീംസ് ട്രാവൽസ്, ഇൻഫ്രാ റെന്റ് കാർ, അൽമാലിക്ക കമ്പ്യൂട്ടർ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രിക്കൽസ്, ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ക്ലീനിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഖത്തർ പവർ ജിം തുടങ്ങി ഖത്തറിലെ ബിസിനസ് രംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിസിനസ് ശൃംഖല ഡ്രീംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. ഖത്തർ എൻവയൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ, ദോഹ എക്സ്പ്രസ് വേ, ന്യൂ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട്, ഹോത്താലം, പേൾ ഖത്തർ തുടങ്ങിയ പ്രോജക്ടുകളിൽ വിജയകരമായ പങ്കാളിത്തം. കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ, എഞ്ചിനീയറിംഗ്, ട്രേഡിംഗ് എന്നിവയ്ക്ക് പ്രത്യേക ഡിവിഷൻ, അൽ ഏബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, WLL, ദോഹ, ഖത്തർ. അൽഹംദുലില്ലാ. കത്തുകളയച്ച എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ പ്രസക്തമായ നിത്യജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സംശയങ്ങൾ ഇതിലൂടെ ദൂരീകരിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതുകൊണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനവും കിട്ടുന്നുണ്ട്. ഇനിയും ധാരാളം പേർക്ക് ഉപകാരപ്പെടുന്ന, അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പ്രോഗ്രാമായി അള്ളാഹു ഇതിനെ കബൂലാക്കുമാറാകട്ടെ. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഇനിയും എഴുതണം. പ്രോഗ്രാമിലേക്കുള്ള കത്തുകൾ പോസ്റ്റ് കാർഡിൽ അയച്ചാൽ മതിയാകും. ഇല്ലൻറ്റിലുള്ള കത്തുകൾ പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദയവായി ഫോണിലൂടെ ബന്ധപ്പെടരുത്, കത്തെഴുതണം. ഫോണിൽ കൂടി പ്രശ്നങ്ങൾക്കൊന്നും മറുപടി പറയുന്നതല്ല. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ അതിന് മാത്രമേ സമയമുണ്ടാകൂ. ദയവായി ഫോണിലൂടെ വിളിച്ച് ആവശ്യങ്ങൾ ചോദിക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കത്തെഴുതുക. മറുപടി ആവശ്യമുണ്ടെങ്കിൽ 10 രൂപയുടെ സ്റ്റാമ്പും അഡ്രസ്സ് എഴുതിയ നിങ്ങളുടെ കവറും വെച്ചിരിക്കണം. ഇത് രണ്ടുമില്ലാത്ത ഒരു കത്തിനും മറുപടി കിട്ടുന്നതുമല്ല. എത്ര പറഞ്ഞിട്ടും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. മണി ഓർഡർ അയക്കുമ്പോൾ നിർബന്ധമായും നിങ്ങളുടെ ഫ്രം അഡ്രസ്സിൻ്റെ കൂടെ ഫോൺ നമ്പർ കൂടി വയ്ക്കുക. നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നതിൽ എഴുതിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നതാണ്.
മൻസിൽ, മഫാസ് എല്ലാം കൂടി 17 പുസ്തകങ്ങളുണ്ട്. അൽഹംദുലില്ലാ നമ്മുടെ പുണ്യ നാടുകളിലെ 10 ദിവസങ്ങൾ എന്നുള്ള മഹത്തായ പുസ്തകം, ചരിത്ര പുസ്തകം, പ്രവാചകന്മാരുടെ മഹത്തുക്കളുടെ മുഴുവൻ ചരിത്രം കുറിക്കുന്ന അതിസുന്ദരമായ പുസ്തകം യാത്രാവിവരണം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ പണം അയയ്ക്കുക. അതുപോലെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ CD ഒരു മാസത്തേത് ഒന്നിച്ച് കിട്ടും. 200 രൂപയാണ് വില. കത്തും പണവും അയക്കേണ്ട വിലാസം അൽ മഫാസ്, ഹൗസ് നമ്പർ 10, അനുഗ്രഹ നഗർ, പൂന്തുറ PO, തിരുവനന്തപുരം 26 എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ പുസ്തകങ്ങളുടെ ഒറിജിനൽ കോഴിക്കോട് അൽ അമാൻ ബുക്ക് സ്റ്റാൾ, അൽ അമീൻ ബുക്ക് സ്റ്റാൾ, യജു മാർട്ട്, തിരൂരങ്ങാടി ബുക്ക് സ്റ്റാൾ എന്നിവിടങ്ങളിലൊക്കെ ലഭിക്കുന്നതാണ്. മഞ്ചേരിയിലുള്ള തിരൂരങ്ങാടി ബുക്ക് സ്റ്റാളിൽ പുസ്തകങ്ങൾ ലഭിക്കുന്നതാണ്. കാസർഗോഡ് മൗലവി ബുക്ക് സ്റ്റാളിൽ ഒറിജിനൽ പുസ്തകങ്ങൾ ലഭിക്കുന്നതാണ്. ഈ ഭാഗങ്ങളിലെല്ലാം ഉള്ളവർ ഇവിടെ നിന്നും വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അൽ അമാന ഷോപ്പിംഗ് കോംപ്ലക്സ് എടപ്പാൾ നൽകുന്ന സമ്മാനം ലഭിച്ചിരിക്കുന്നത് അറമാൻ വല്ലം ചൂണ്ടി. കൊല്ലം ചിന്നക്കടയിലെ ഹാഫിസീൻ പർദ ഹൗസ് നൽകുന്ന സമ്മാനം ഹസീന ബാബു തിരുവണ്ണൂർ. കണ്ണൂർ ഷെരീഫ ട്രാവൽസ് നൽകുന്ന സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഷൈന താജുദ്ദീൻ മാള. ഈ സഹോദരങ്ങൾ തിരുവനന്തപുരത്തുള്ള അൽ മഫാസിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് സമ്മാനം കൈപ്പറ്റേണ്ടതാണ്. നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് ജനാബ് KV സുബൈർ, ഡ്രീംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി അദ്ദേഹമാണ്. അൽഹംദുലില്ലാ ഖത്തറിലെത്തി ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയ സ്ഥിരോത്സാഹിയായ ചെറുപ്പക്കാരൻ. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ സിദ്ദീഖ് പുറായിൽ അൽ ഏബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്റ്റിംഗ് കമ്പനി, റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് ഉത്തരോത്തരം ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രയത്ന രംഗത്തുള്ള എല്ലാ തടസ്സങ്ങളും കരുണാമയനായ തമ്പുരാൻ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രോഗ്രാം കാണുന്ന, സമ്മാനങ്ങൾ നൽകുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ജീവനിലൂടെ നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം.